ഈ ഒരു സ്റ്റെപ്സിൻ്റെ ആ ഒരു എയ്സ്തെറ്റിക്സ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആ ഒരു കളർ പാറ്റേൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. യെല്ലോ, വയലറ്റ്, ഗ്രീൻ, റെഡ്, അങ്ങനെ ആ ഒരു പിന്നെ റിപ്പിറ്റേഷനാണ്. ആ ഒരു സ്റ്റെപ്സിൻ്റെ കളർ പാറ്റേൺ അത് തന്നെയാണ് അതിൻ്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഞങ്ങൾ പോയ സമയത്ത് വന്നിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻസ്, തമിഴിയൻസ്, മലയാളീസ് എല്ലാവരും ഉണ്ടായിരുന്നു. ബട്ടു കേവ്സിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ 400 മില്യൺ ഇയർ ഓൾഡ് ലൈം സ്റ്റോൺ ഹില്ലാണത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഹില്ല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു കളർ ഷെയ്ഡൊക്കെ കാണുമ്പോൾ. 1981 ഒരു തമിഴ് ട്രേഡർ കെ താമ്പൂസാമി പിള്ളൈ, അയാൾ ലോർഡ് മുരുകന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു കേവാണ് ബട്ടു കേവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു അൺലക്കി ഫാക്ടർ ഉണ്ടായിരുന്നു. കാരണം മുരുകൻ്റെ കൺസ്ട്രക്ഷൻ, ആ ഒരു ഐഡൽ, ആ ഒരു വലിയൊരു ഐഡൽ എന്ന് പറയുന്നത് എന്തോ ഒരു കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഐഡലിന്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ അങ്ങനെ കാണാൻ പറ്റിയില്ല. ആ ഒരു വലിയൊരു ഗോൾഡൻ കളർ മുരുകൻ ഫുള്ളി ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്തോ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ട് അത് ഫുള്ളി കവേർഡായിരുന്നു. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ട പടി 1920 വുഡൻ സ്റ്റെപ്സ് ആയിരുന്നു. പിന്നെയാണ് 272 കോൺക്രീറ്റ് സ്റ്റെപ്സ്, ഇപ്പം കാണുന്ന അത്രയും കോൺക്രീറ്റ് സ്റ്റെപ്സ് ആക്കി പിന്നെ അത് മാറ്റിയത്. അപ്പോൾ കേവിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ആ ഒരു നനവ് എന്ന് പറയുന്നത് അവിടെ മഴ പെയ്യുന്നത് കൊണ്ടല്ല, ജസ്റ്റ് അവർ ആർട്ടിഫിഷ്യലി ആ ഒരു വെള്ളം വരുന്ന ഒരു ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ഫ്ലോർ ഇങ്ങനെ നനഞ്ഞു കിടക്കും, അത് അവർ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. സൈഡിൽ തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് മേലെ കയറി ചെന്നാൽ അവിടെയും ചെറിയൊരു അമ്പലം സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗുഹ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്.